അദ്ദേഹം എന്താണെന്ന് ഇപ്പോൾ പൊതുസമൂഹത്തിന് മനസ്സിലാകുന്നില്ല. അദ്ദേഹത്തിന് നിലപാട് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധ്യമാകുന്നില്ല. അദ്ദേഹം നമുക്കറിയാം നേരത്തെ നമ്മുടെ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുകയുണ്ടായി. അപ്പം ഞാനിവിടെയുണ്ട്, എന്നെ ഒഴിവാക്കാൻ പറ്റില്ല എന്നുള്ള ഒരു 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 അഭിപ്രായം അദ്ദേഹം പരസ്യമാക്കുകയാണ്. എപ്പോഴായാലും കോൺഗ്രസിൻ്റെ മെയിൻ സ്ട്രീമിൽ ഞാനുണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ട പെടാപ്പാടിലാണ് അദ്ദേഹം. നമുക്കറിയാം അദ്ദേഹം KS യുക്കാരനായിരുന്നില്ല, യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിച്ചിട്ടില്ല, കോൺഗ്രസിൻ്റെ ഒരു താഴെ തട്ടിലുള്ള മേഖലകളിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടില്ല, ഒരു പോസ്റ്റർ ഒട്ടിച്ചിട്ടില്ല. പക്ഷേ ഒരു സമയത്ത് കോൺഗ്രസ്സിന് ഇദ്ദേഹത്തെ ആവശ്യമാണെന്ന് തോന്നുന്ന സമയത്ത് കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പ് AICC ഇദ്ദേഹത്തെ കെട്ടിയിറക്കുകയായിരുന്നു. അതുപോട്ടെ, അതിപ്പം നമ്മളെ വിഷയമല്ല. പക്ഷേ എന്നാൽ ഇപ്പോൾ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ്സിന് മുകളിൽ വളരാനുള്ള ശ്രമമാണ്. അവിടെയാണ് കോൺഗ്രസ് ഇദ്ദേഹത്തെ തടയിടുന്നത്. അല്ല, ഒരു സംശയം, അതിലൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു പ്രതിനിധി സംഘത്തെ കേന്ദ്ര സർക്കാർ അയക്കുന്നു, അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിക്കുകയാണ്. അതിൽ ശശി തരൂരിനെ ഉൾക്കൊള്ളിച്ചു എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ ഒരു വലിയ ക്രെഡിറ്റ് തന്നെ ആകുന്നില്ല. കാരണം ആ ഒരു പ്രതിനിധി സമ്മേളനത്തിലേക്ക് അല്ലെങ്കിൽ സംഘത്തിലേക്ക് ഉൾക്കൊള്ളിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ക്രെഡിറ്റ് അല്ലേ? അല്ല, അത് അങ്ങനെ കാണണ്ട. കോൺഗ്രസിൻ്റെ പ്രതിനിധിയെ തീരുമാനിക്കുന്നവരാണ് കോൺഗ്രസ് പാർട്ടിയാണ്, അതിൻ്റെ പ്രസിഡൻ്റാണ്, അതിൻ്റെ ഘടകമാണ്. അവർ പറയുന്നു ഞങ്ങൾ ആനന്ദ് ശർമ്മ ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ നേതാക്കന്മാർ 4 പേരുടെ പേര് അവർ കൊടുക്കുന്നു. ഇപ്പം ഇദ്ദേഹം അതിൽ ആനന്ദ് ശർമ്മയെക്കാട്ടി ഒരു പരിധി വരെ അദ്ദേഹം താഴെയാണ് രാഷ്ട്രീയപരമായി. അപ്പോൾ കോൺഗ്രസ് 4 പേരുടെ പേര് കൊടുക്കുന്നു. അത് അംഗീകരിക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? കേന്ദ്ര ഗവൺമെൻറ് ഉത്തരവാദിത്തമാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? അത് അംഗീകരിക്കാതിരിക്കുകയും അവർ പറയാത്ത ഒരു ആളിനെ അക്കോമഡേറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ BJPക്ക് മറ്റെന്തോ ലക്ഷ്യങ്ങളുണ്ട്.